ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. കാരണം ഇപ്പം ഞാൻ പഴയ പോലെയല്ല, ഇപ്പം ഞാനൊരു അമ്മയാണ് കേട്ടോ. കുഞ്ഞാവെ ഉറക്കി കിടത്തിയിട്ട് ഞാൻ പെട്ടെന്ന് വന്നേക്കുന്നത്. അങ്ങനെ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. അതാണ് ഞാൻ കുറേ നാളായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓഫീസ് യൂസ് അല്ലെങ്കിൽ കോളേജ് യൂസിനൊക്കെ പറ്റിയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള നല്ല കുർത്തീസൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. മീഷോയിന് ഞാൻ കുറേ നല്ല റിവ്യൂസൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ ഒരുമിച്ച് വാങ്ങിയതല്ല, പല തവണയായിട്ട് പല ട്രെൻഡിങ് ആയിട്ടുള്ള കുർത്തീസ് വരുമല്ലോ, കുറേ ആൾക്കാർ റിവ്യൂസൊക്കെ ഇട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കി വാങ്ങിയിട്ടുള്ള കുറച്ച് കുർത്തീസ് ഉണ്ട് കേട്ടോ. അതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയിട്ട് യൂസ് ചെയ്ത് വാഷ് ചെയ്തിട്ടുള്ള ആഫ്റ്റർ വാഷ് റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഈച്ച് മെറ്റീരിയൽ കറക്റ്റായിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം. അത് മാത്രമല്ല, ഇത് ഭയങ്കര നമുക്ക് ആ ഒരു കൊടുക്കണ പൈസയ്ക്ക് വർത്തായിട്ടുള്ള മെറ്റീരിയൽസും ഉണ്ട് ഇതിന്. കാരണം എല്ലാം അണ്ടർ 450 ആണ്. ഒരു 450-500 രൂപയിൽ താഴെയുള്ള ഡ്രസ്സസാണ് കേട്ടോ. സോ നമുക്കധികം താമസിക്കാണ്ട് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുന്ന കോട്ടൺ കുർത്തിയാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് വാങ്ങിച്ചിട്ടുള്ളതിൽ വെച്ച് വൺ ഓഫ് മൈ ഫേവറേറ്റ് കുർത്തിയാണ് കേട്ടോ. കാരണം ഇത് ആ പൈസയ്ക്ക് ഭയങ്കര വർത്തായിട്ട് തോന്നി. അത് മാത്രമല്ല, ഇതിനെന്തോ 4.2 എന്തോ ഉണ്ടായിരുന്നു റിവ്യൂ. മാത്രമല്ല, കുറേ ആൾക്കാർ വാങ്ങിയിട്ട് നല്ല റിവ്യൂ പറഞ്ഞിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ പർച്ചേസ് ചെയ്തതാണ് കേട്ടോ. അത് മാത്രമല്ല, ഇതിൻ്റെ ഈ ഒരു വർക്ക് വരുന്നുണ്ട്. നല്ലൊരു ക്ലാസ് അല്ലെങ്കിൽ നല്ലൊരു സിമ്പിൾ വർക്കാണ്, പക്ഷെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. ഫ്രണ്ടിലൊക്കെ ആണെങ്കിലും ഈ ഒരു പോർഷനിലൊക്കെ ആണെങ്കിലും നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവ്സ് ഒക്കെ ആണെങ്കിലും കറക്റ്റ് ഫിറ്റിങ്ങിലാണ്. ചിലത് സ്ലീവ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ താന്നു പോലെ കയറിപ്പോയി. ഇത് പക്ഷേ കറക്റ്റായിട്ടുള്ള ഒരു ഫിറ്റിംഗാണ്. ഇതുണ്ട് ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇതുപോലെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയാണ്. അത് മാത്രമല്ല, ഇത് ഞാനിപ്പോൾ ആഫ്റ്റർ വാഷ് ഒരു തവണ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തപ്പോൾ ഇതിൻ്റെ കളർ പോവോ അല്ലെങ്കിൽ ചുരുങ്ങി പോവോ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് അയൺ ചെയ്യാതെ വേണമെങ്കിൽ ഇടാം കേട്ടോ. അയൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയൺ ചെയ്യാം. കണ്ടോ, അത്രത്തോളം നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് കൂടത്തിൽ വൈറ്റ് പലാസോ പാൻറ്റിൻ്റെ കൂടി ഇത് പെയർ ചെയ്യാവുന്നതാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫുൾ കൈയാണ്. ഇത് നമ്മൾ കൈയൊക്കെ ഭയങ്കര ടൈറ്റായിട്ടിരിക്കത്തില്ല, ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ലൂസായിട്ട് ഇങ്ങനെ കിടക്കും. ഞാൻ വാങ്ങിയിരിക്കുന്ന ഇത് സ്മോൾ സൈസാണ്. പക്ഷേ ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈമിലായിരുന്നു ഇത് വാങ്ങിയത്. അത് കാരണം ഇത് കുറച്ച് വണ്ണം വെച്ചതുകൊണ്ട് എനിക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നി കേട്ടോ. അതർവൈസ് ഇതെനിക്ക് ഭയങ്കര നല്ല ഫിറ്റായിട്ട് ഇപ്പൊക്കെ ഇടാനാണെങ്കിൽ ഓക്കെയാണ്. അന്ന് വയറൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് തോന്നി. അപ്പോൾ ഇത് കറക്റ്റ് ഫിറ്റിങ്ങിലും കറക്റ്റ് സൈസിലും ഒക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ റേറ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ പൈസ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പൈസ കൊടുക്കുന്നതിനുള്ള വർത്തായിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 486 രൂപയാണ് കേട്ടോ. ഇത് പല റേറ്റിലുണ്ട്, 415 അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ പല ക്വാളിറ്റിയിലായിരിക്കും ഇത് വരുന്നത്. ഞാൻ അതിൻ്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം. ആ സംഭവം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. നല്ല അടിപൊളി ഒരു കുർത്തിയാണ് കേട്ടോ. അതിന് മാത്രമേ ഇതിൽ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്റ്റിച്ചിങ് അടിപൊളിയാണ്. ഇതിൽ ഒരു നൂല് പൊങ്ങോ അല്ലെങ്കിൽ ഇളകി പോവോ. പക്ഷെ ഞാൻ വേറെ കുർത്തീസ് വാങ്ങിച്ചതിൽ അതിലിടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് ഡാമേജ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ നൂല് പൊങ്ങോ ഒന്നും വന്നിട്ടില്ല. സോ ഇത് വർത്ത് ഫോർ മണിയാണ് കേട്ടോ. സോ ഇത് നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോ, നല്ല കുർത്തിയാണ്. ഇനി നെക്സ്റ്റ് കുർത്തി വന്നിട്ട് ഞാൻ കുറേ നാളായിട്ട് നോട്ട ഇട്ട് വെച്ചൊരു കുർത്തിയാണ് കേട്ടോ. കാരണം അതിൻ്റെ റേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 350 പോലും ആയിട്ടില്ല. അപ്പോൾ അത്രത്തോളം പൈസ കുറവിന് ആ ഒരു ഡ്രസ്സ് 1-2 പേര് ഇട്ട് നല്ല റിവ്യൂസ് ഞാൻ കേട്ടോ. അത് കാരണം ഞാൻ വാങ്ങിയതാണ് കേട്ടോ. ഈ ഒരു ഡ്രസ്സാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മീഷോയിലൊക്കെ കിടന്ന്. നമ്മൾ മീഷോ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ കാണാൻ പറ്റുമായിരുന്നു ഈ സംഭവം. അത് കാരണം ഞാനിത് അങ്ങ് വാങ്ങി നോക്കി കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്റ്റിച്ചിങ് പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഇതിൻ്റെ ആ നെക്കിൻ്റെ അവിടെ ആണെന്നുണ്ടെങ്കിലും ഇവിടുത്തെ ആ ഒരു പ്രിൻറ്റ് വരുന്നതാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ താഴോട്ടാണെന്നുണ്ടെങ്കിൽ ഇത് സ്ലീവ്സ് ഉള്ളതല്ല, ഇങ്ങനെ അനാർക്കലി ടൈപ്പ് വരുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഫോട്ടോയിൽ കണ്ടപ്പം ഞാൻ ഇത് പാൻറ് ഇല്ലാതാണ് അവർ പെയർ ചെയ്തിട്ടിരിക്കുന്നത്. പക്ഷേ ഇതിന് കുറച്ച് നൈസ് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നൈസായിട്ടുള്ള മെറ്റീരിയലാണ്. നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിൽ കാണാം. സോ ഒരു പാൻറ് ഇട്ടിട്ടാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ലെങ്ത് വരുന്നുണ്ട് ഇതിന് കേട്ടോ. ഒരു പാൻറ് ഇട്ടിട്ട് വെയർ ചെയ്യുന്നതായിരിക്കും നല്ലത്.
പിന്നെ ഇത് ഞാനിപ്പോൾ 2-3 തവണ ഇട്ട് കേട്ടോ. 2-3 ഞാൻ മീഡിയം സൈസാണ് വാങ്ങിയേക്കുന്നത്. കറക്റ്റ് ഫിറ്റാണ്. കൈയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൈയുണ്ട്, കൈ ഇങ്ങനെ വരുന്നു. ഇവിടെ ഒരു ചെറിയൊരു ലേസ് പോലെ സാധനം വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സംഭവം ഇതായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ ഈ ഫ്രണ്ടിൽ ഇവർ ഈ ഒരു വർക്ക് വെച്ചിട്ടില്ല, ഈ ഒരു ഗോൾഡ് കളറിൽ ഈ സംഭവം എൻ്റെ ഈ ഒരു സൈഡിൽ ഇത് ഒരു വാഷ് ചെയ്ത് കഴിഞ്ഞു, 2-3 വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഇവിടുത്തെ അങ്ങ് ഇളകി പോയി കേട്ടോ. ഇല്ലാതെ നമുക്കിടാം. പക്ഷെ ആ ഇതിന് റേറ്റ് വരുന്നത് 315ആണ്, 315 ആ ഒരു പൈസയ്ക്ക് ആ ഒരു ചെറിയ ഡാമേജ് ഒന്നും വെച്ച് പ്രശ്നമൊന്നുമില്ല. കാരണം ഇത് നമുക്ക് കുറച്ച് തവണ ഒരുപാട് യൂസിന് പറ്റത്തില്ല. ഞാൻ വളരെ റേറ്റ് കുറഞ്ഞിട്ടുള്ള കുർത്തീസാണ് കാണിക്കുന്നത്. സോ നമുക്ക് ഒത്തിരി തവണയൊന്നും ഇടാൻ പറ്റത്തില്ല. ആ പൈസയ്ക്ക് ഇത് ഭയങ്കര നല്ലതായിട്ട് തോന്നി. പിന്നെ ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് പോകുന്നുണ്ട്. പക്ഷേ ഭയങ്കരമായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് കളർ ഇളകി പോകുന്നൊന്നും പറയാൻ പറ്റത്തില്ല. ചെറുതായിട്ടൊന്ന് ഫെയ്ഡാവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇത് അയൺ ചെയ്യാതിടാൻ പറ്റത്തില്ല കേട്ടോ. ഇത് 2-3 തവണ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ചുരുങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. സോ അയൺ ചെയ്തിട്ടൊക്കെ ഇതിടാവുന്നതാണ് കേട്ടോ. നല്ലതാണ്. നമ്മളിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നല്ല ഭംഗിയായിട്ടിരിക്കും. സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും മീഷോയിൽ കിടന്ന് ഓടി കളിക്കുന്നത്. കാരണം ഇത് കുറേ ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്, കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിനും നല്ല റേറ്റ് കുറവാണ്. മാത്രമല്ല ഇതിൻ്റെ ഇതുണ്ടോ, ആ ഒരു കളർ കോമ്പിനേഷൻ അല്ല, ഒരു ഫ്ലവർ ഡിസൈനാണ് കേട്ടോ വരുന്നത്. സിമ്പിളായിട്ട് ഇതിൻ്റെ നെക്കിൻ്റെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ കൈ ഇത് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടെയൊക്കെ 2 വള്ളി, 2 സൈഡിലും വള്ളിയൊക്കെ ഉണ്ട്. ഇത് സ്ലീവ്സ് ഉള്ളതാണ്, താഴെ വരെ ലെങ്ത് ഉള്ളതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പാൻറ്റും സെറ്റായിട്ട് വരുന്നുണ്ട്. അതൊരു പലാസ മോഡൽ പാൻറ്റാണ്. ഇതുപോലെ പ്രിൻറ്റ് വരുന്ന ഫ്ലവറിൻ്റെ പ്രിൻറ്റ് വരുന്നതാണ് കേട്ടോ. ഇതും നമുക്ക് അയൺ ചെയ്യാതെ ഇടാനേ പറ്റത്തില്ല. ആഫ്റ്റർ വാഷ് നന്നായിട്ട് അയൺ ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഉണ്ടോ നന്നായിട്ട് ചുരുങ്ങി പോകുന്നുണ്ട്. പിന്നെ എനിക്ക് മീഡിയം സൈസാണ് ഞാൻ വാങ്ങിയത്. പിന്നെ ഞാൻ ഇത് പ്രഗ്നൻസി ടൈമിലായതുകൊണ്ട് ഇതിൻ്റെ പാൻറ്റ് എനിക്ക് കുറച്ച് ടൈറ്റായിട്ട് തോന്നി. പക്ഷെ ഇപ്പോൾ ഓക്കെ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ വാഷ് ചെയ്തിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതുണ്ടോ നോക്കുക, ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ, കണ്ടോ ഈ ഫ്ലവറിൻ്റെ കളറ് ഇതിൽ ചെറുതായിട്ട് ഫെയ്ഡായിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അല്ലാതെ ഓവറായിട്ടൊന്നുമില്ല. എന്നാലും ആ പൈസ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞ് ഞാൻ പർച്ചേസ് ചെയ്ത സമയത്ത് 359 ആ പൈസയ്ക്ക് നമുക്ക് ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. എങ്കിലും നമുക്കിത് കുറേ തവണയും കൂടി യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമുക്ക് ഒരു ഓഫീസ് യൂസിനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു കുർത്തി സെറ്റാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു അനാർക്കലി പ്രിൻറ്റഡ് കുർത്തിയാണ് കേട്ടോ. അനാർക്കലി ടൈപ്പ് വരുന്നതാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ മീഷോയിൽ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ ഒരു കളർ കോമ്പിനേഷൻ. പിന്നെ ഇതിൻ്റെ ഇവിടുത്തെ ആ ഒരു വർക്ക് സ്റ്റിച്ചിങ് സ്റ്റൈലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ വാങ്ങിയതാണ്. ഭയങ്കര സിമ്പിളാണ്. റയോൺ മെറ്റീരിയലാണ് കേട്ടോ. നൈസായിട്ടുള്ള തുണിയാണ്. പക്ഷേ ഇതൊക്കെ എനിക്ക് ചെറുതായി നൈസായിട്ടുള്ള കോട്ടൺ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതും നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അയൺ ചെയ്യണം. ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താഴെ അടിപൊളിയായിട്ടുണ്ട്. താഴത്തെ ഇവിടുത്തെ ഇവിടെ വരുന്നതൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അടിയിൽ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ആ ഫോട്ടോയിൽ കണ്ടപ്പം മീഷോയിൽ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ഇവിടെ നമുക്ക് കണ്ടോ ഈ ഒരു ഇതിനെന്താ പറയുക, ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് വരുമല്ലോ ഇവിടെ. ഇത് കുറച്ചും കൂടെ കെയറിയാണ് ആ ഒരു ഫോട്ടോയിൽ ഞാൻ കണ്ടത്. പക്ഷേ ഇതിട്ട് കഴിഞ്ഞപ്പോൾ ഇതിങ്ങനെ താഴെയായിട്ട് വന്നു. അത് എനിക്ക് നല്ല ബോറായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഇതിൻ്റെ കൈയും ഇങ്ങനെ തന്നെയാണ് കാണിച്ചത്. പക്ഷേ കൈ കുറച്ച് വലുതായിട്ട് എനിക്ക് തോന്നി കേട്ടോ. കുറച്ചും കൂടെ ഫിറ്റായിട്ടിരിക്കുമായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പം ഇതാണ് സംഭവം. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് ഇത്ര 369, 369 എന്തോ ആയിരുന്നു. ആ പൈസയ്ക്കുള്ള സംഭവമുണ്ട്. പക്ഷെ മുകളിലത്തെ ആ സ്റ്റിച്ചിങ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ മീഡിയം സൈസാണ് കേട്ടോ ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് ആ സമയത്ത് എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. പക്ഷെ ഇപ്പം ഇത് സ്മോൾ സൈസ് ഉള്ളവരൊക്കെ സ്മോൾ തന്നെ ഓർഡർ ചെയ്താൽ മതി. കാരണം മീഡിയം വാങ്ങിയാൽ അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നിങ്ങൾ പിന്നെ ഇത് ഷേപ്പ് ചെയ്യേണ്ടി വരും. പിന്നെ ആഫ്റ്റർ വാഷ് ഇതിൻ്റെ കളറ് പോകുന്നില്ല, കളറൊന്നും ഫെയ്ഡ് ആവുന്നില്ല. നല്ല മെറ്റീരിയലാണ്. കളറൊന്നും ഇളകിയിട്ടില്ല, ഒട്ടും പോകുന്നില്ല. ഞാൻ ഈ ഫ്ലവറൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ കളർ ഇളകാതിരിക്കുന്നത്. പക്ഷേ ഇതിന് കളർ ഒട്ടും പോകുന്നില്ല. പിന്നെ ഇതും അയൺ ചെയ്യാണ്ടിടാൻ പറ്റില്ല. ഇതൊക്കെ നമ്മൾ നല്ല റേറ്റ് കുറവല്ലേ. അപ്പോൾ ആ റേറ്റ് കുറവുള്ളത് കൊണ്ട് നമുക്ക് അത്രയും ക്വാളിറ്റി പ്രതീക്ഷിച്ചാൽ മതി.
ഒരുപാട് തവണ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. യൂസ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇത് അയൺ ചെയ്തിട്ടിടേണ്ടി വരും. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് കുർത്തി സെറ്റാണ് കേട്ടോ. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര റേറ്റ് കുറവാണിത്. ഈ ഒരു കുർത്തി സെറ്റ് ആ പൈസയ്ക്ക് കിട്ടാവുന്ന ഭയങ്കര ലാഭമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഞാൻ കാണിക്കാം. ഇതിട്ട് കഴിയുമ്പം ഇത് റയോൺ മെറ്റീരിയലാണ് കേട്ടോ. ഇതിട്ട് കഴിയുമ്പം കണ്ടോ ഇങ്ങനെ ഇരിക്കും ഈ സംഭവം. ഇതിൻ്റെ ഇവിടെയൊക്കെ ആണെങ്കിലും കുറച്ച് ലേസ് വർക്ക് വരുന്നുണ്ട്. താഴെയും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. താഴെ ഇത് ഫുൾ സ്ലീവാണ് വരുന്നത് കേട്ടോ. കണ്ടോ ഇവിടെ ഇങ്ങനെ നല്ല രസമാണ് ഇതിട്ട് കഴിയുമ്പോഴത്തേന്. കൈയുടെ ഇവിടെയൊക്കെ ആണെങ്കിലും കൈയുടെ ഇവിടെ നമ്മൾ കണ്ടോ കുറച്ച് ലൂസായിട്ട് കിടക്കും. നമുക്ക് ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് തോന്നും. നെക്കാണെന്നുണ്ടെങ്കിലും ഇതുപോലൊരു വി നെക്ക് പോലെയാണ്. ഇത് പുറകിലാണെങ്കിലും ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് കളറൊന്നും അങ്ങനെ ഇളവുന്നില്ല. കളർ എനിക്ക് പോയതായിട്ട് തോന്നിയില്ല. പിന്നെ മീഡിയം സൈസാണ് കേട്ടോ വാങ്ങിയേക്കുന്നത്. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു അട്രാക്റ്റീവായിട്ട് തോന്നും. പിന്നെ ഇതിൻ്റെ പാൻറ് ഒരു പലാസോ ടൈപ്പ് പാൻറ്റാണ് കേട്ടോ. പാൻ്റ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു ലെങ്ത് കറക്റ്റാണ്. ചിലത് നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ലെങ്ത് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ ഇത് കറക്റ്റ് ലെങ്ത്തിലാണ് വന്നേക്കുന്നത്. ഇങ്ങനെയാണ് പാൻറ്റ് വന്നേക്കുന്നത്. ഇതും കറക്റ്റ് ഫിറ്റ് ആയിരുന്നു കേട്ടോ. മീഡിയം സൈസാണ് ഞാൻ ഓർഡർ ചെയ്തത് കേട്ടോ. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 331, 331 ആണ്. ആ പൈസയ്ക്ക് ഭയങ്കര വർത്തായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇതിൻ്റെ ഇവിടെ ഈ ഫ്ലവർ വർക്കാണ് വരുന്നത്. കുറച്ച് സിമ്പിളാണ്, എന്നാൽ കുറച്ച് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നും കേട്ടോ. സോ ഇതാണ് അടുത്തൊരു കേട്ടോ. പിന്നെ നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കുർത്തിയാണ് കേട്ടോ. ഇതൊരു ഫീഡിങ് കുർത്തിയാണ്. ആക്ച്വലി ഞാനിത് വാങ്ങിയപ്പോൾ ഇതിനകത്ത് അങ്ങ് ഇൻക്ലൂഡ് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഒരു നല്ല ഭംഗിയാണ് കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടുത്തെ വർക്കൊക്കെ കണ്ട് താഴെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്ലീറ്റ്സ് ഇങ്ങനെ നല്ല രസമായിട്ട് കിടക്കും. നമ്മൾ ഇട്ടിട്ടുണ്ട്. ഒരു ഫ്രോക്ക് ലെങ്ത് വരുന്നുണ്ട്. അങ്ങ് വരെ ഇല്ല, എന്നാലും അത്യാവശ്യം ലെങ്ത് ഉള്ള ഒരു മെറ്റീരിയലാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഫീഡ് ചെയ്യുന്നവർക്കൊക്കെ നല്ല കംഫർട്ടബിളാണ്. ഫീഡ് ചെയ്യാത്തവർക്ക് ഇടാം കേട്ടോ. ഫ്രണ്ടിലിതാ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു കളർ ആയിരുന്നില്ല ഞാൻ ആക്ച്വലി ഓർഡർ ചെയ്ത്. കുറച്ചുകൂടെ ലൈറ്റ് കളറാണ്. പക്ഷേ എനിക്ക് കിട്ടിയ ഈ കളറാണെങ്കിലും ഓക്കെയാണ്. കളർ കുഴപ്പമൊന്നുമില്ല. ഇട്ട് കഴിയുമ്പോൾ നല്ല രസമുണ്ട്. പിന്നെ ഈ രണ്ട് സൈഡിലും ഇതാ ഫീഡ് ചെയ്യാനായിട്ട് സിബുണ്ട്. സിബെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും വിസിബിൾ അല്ല. നമുക്ക് ഉണ്ടെന്നേ അറിയാൻ പറ്റത്തില്ല, കാണത്തുമില്ല. അത്യാവശ്യം ഇതാ നല്ല ലെങ്ത്തിലാണ് വെച്ചേക്കുന്നത്. നല്ലതാണ് കേട്ടോ. എനിക്കിത് ഇട്ടിട്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ പുറകിൽ കുറച്ചിപ്പോൾ സൈസ് കൂടുതലാണെന്നുണ്ടെങ്കിലും ഡോൺ വഴി ഇതിൻ്റെ ഇവിടെ പുറകിൽ അവർ വള്ളി വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതനുസരിച്ച് ഇത് ഫിറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളറൊന്നും അങ്ങനെ ഫെയ്ഡാവുന്നില്ല. ഇതിൻ്റെ റേറ്റ് 465 അങ്ങനെ എന്തോ ആണ് കേട്ടോ. 500 താഴെ ഉള്ളൂ. പക്ഷെ ആ റേറ്റിന് ഈ സംഭവം അടിപൊളിയാണ്. കാരണം ആ പൈസയ്ക്കുള്ള കുർത്തി മെറ്റീരിയൽ ഉണ്ട്, ഡ്രസ്സുണ്ട്. ഇത് നല്ലതാണ് കേട്ടോ. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ കോട്ടൺ മെറ്റീരിയലാണ്, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ കൈ ആണെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ വരുന്നത്. ഇവിടെ ഒരു എലാസ്റ്റിക് പോലെ ഇങ്ങനെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. പക്ഷേ ഈ കൈയുടെ ഇവിടെ കുറച്ച് എനിക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നി കേട്ടോ. കുറച്ചിങ്ങനെ നമ്മുടെ കൈയുടെ അവിടെ ഇങ്ങനെ ഒരു പാട് വീഴുന്ന പോലെ കുറച്ച് ടൈറ്റായിട്ട് തോന്നി. അതല്ലാതെ നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇതുണ്ട് ഇതുപോലത്തെ ഒരു ഫ്ലവർ പോലത്തെ ഒരു ഇതുപോലത്തെ ഒരു വർക്കാണ് കേട്ടോ. ഇത് കാണുന്നുണ്ട്. ഞാൻ മീഡിയം സൈസാട്ടോ ഇത് വാങ്ങിയിരിക്കുന്നത്. ഇതും കൊള്ളാട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് കുർത്തി സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയതിൽ വെച്ച് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളത് ഇതാണ് കേട്ടോ. ഇതൊരു നമ്മളൊരു കുർത്തി നല്ലതാണ് കേട്ടോ. നമുക്കൊരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ പോലും ഇടാനാണ്. ഇതൊക്കെ നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് ഒത്തിരി ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നു. കുറേ ആൾക്കാർ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. നല്ല റിവ്യൂ ഉള്ളതാണ് കേട്ടോ. ഇത് ഞാൻ വാങ്ങിയത് നമ്മുടെ നെറിഞ്ചെ ബാപ്റ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലല്ലേ, യൂട്യൂബറല്ലേ, പുള്ളിക്കാരിയുടെ ലിങ്കിൽ പോയിട്ട് വാങ്ങിയതാണ് കേട്ടോ. അവരത് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഞാനും ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയാണ്. ഇട്ടുന്നുണ്ടോ ഇവിടുത്തെ ഈ വർക്കൊക്കെ നോക്കി എന്ത് രസമാണ്. നിങ്ങൾക്ക് ഇതിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ആ ഒരു കളർ കോമ്പിനേഷൻ ആണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഒരു പിങ്ക് അതിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേ ഷെയ്ഡ് വരുന്നത് നല്ല രസമുണ്ട്. ഇത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. പിന്നെ കൈ ആണെന്നുണ്ടെങ്കിൽ കണ്ടോ നല്ല ഇങ്ങനെ ഒഴുകി കിടക്കുക. നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കൈയുടെ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ നല്ല വർക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഇത് കണ്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കിതിട്ട് കഴിയുമ്പോൾ ഫുൾ കൈയുണ്ട് കേട്ടോ. പക്ഷെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ ഇതാ നല്ല ലെങ്ത് ഉണ്ട്. താഴെ വരെ ഇങ്ങനെ
ഇങ്ങനെ വർക്കുണ്ട്. ഇത് നിങ്ങൾ ഒത്തിരി കണ്ടിട്ടുള്ളതായിരിക്കും, ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്, ഒത്തിരി വാങ്ങിയിട്ട് നല്ല റിവ്യൂസ് ഇട്ടതാണ്. പിന്നെ ഇതാ സ്ലീവ്സ് വരുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പാൻറ്റും ഉണ്ട്, അതുപോലെ തന്നെ ദുപ്പട്ടായും ഉണ്ട് കേട്ടോ. പാൻറ്റ് പലാസോ പാൻറ്റാണ് കേട്ടോ വരുന്നത്. അതിൻ്റെ അടിയിലാണെങ്കിലും പാൻറ്റിൻ്റെ അവിടെ ആണെങ്കിലും ഒരുപാട് ഓവറൊന്നും ആക്കാണ്ട് ഇതാ നൈസായിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ഒത്തിരി ഓവറായിട്ടൊന്നും തോന്നത്തില്ല, നല്ല രസമാണ്. ഇതാണ് നല്ല നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് കേട്ടോ, അതും പറയാതിരിക്കാൻ പറ്റും. സ്റ്റിച്ചിങ്ങും അടിപൊളിയാണ്. ഞാൻ സ്മോൾ സൈസാണ് കേട്ടോ ഓർഡർ ചെയ്തത്. സ്മോൾ സൈസ് ഓർഡർ ചെയ്തിട്ടും എനിക്ക് ഇത് ഭയങ്കര അല്ല, കുറച്ചൊന്ന് വലുതായിട്ട് തോന്നിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് സ്മോൾ സൈസ് ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ സ്മോൾ ഓർഡർ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം അതായിരിക്കും കുറച്ചും കൂടെ ഫിറ്റായിട്ട് കറക്റ്റ് ഫിറ്റായിട്ട് വരണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. പിന്നെ ഇതിൻ്റെ ഷോൾ ഇതാണ് കേട്ടോ, ഇത് ദുപ്പട്ട ഇതാ വരുന്നത്. ഇതും നല്ല രസമുണ്ട് കേട്ടോ, നല്ല ക്യൂട്ടായിട്ടുള്ള ദുപ്പട്ടാണ്. ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ വർക്ക് വരുന്നുണ്ട്, ഇങ്ങനെ നൈസായിട്ട്, ഒരുപാട് ഓവറാക്കാണ്ട് എന്നാൽ വർക്ക് ഉണ്ട് കേട്ടോ. അതുപോലത്തെ സംഭവം ചെയ്ത് ഇതിൽ ഇതുപോലെ പ്രിൻറ്റ് വന്നിട്ടുണ്ട്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് ഞാൻ വാങ്ങിയതിൽ ഇത്രയും കാണിച്ചതിൽ വെച്ച് കുറച്ച് റേറ്റ് കൂടുതൽ. ഇതാണ് ഞാൻ വാങ്ങിയപ്പം ഇതിന് 1178 അങ്ങനെയാണ് എനിക്ക് വന്നത്. പക്ഷെ ഇപ്പോൾ എന്തോ 1200 സംതിങ് ആയിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്കും ഇവിടെ കൊടുക്കാട്ടോ. പിന്നെ ഇത് ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്താൽ കളർ പോവുക അങ്ങനെ ഒന്നുമില്ല, ഒരു നൂല് പോലും പൊങ്ങിയിരിക്കത്തൊന്നുമില്ല കേട്ടോ. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പൈസയ്ക്ക് ഇതുപോലൊരു ഡ്രസ്സ് നമ്മൾ ടൈറ്റിൽ സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോരം പൈസയാകും. പക്ഷേ ആ പൈസയ്ക്ക് ഇത് ഭയങ്കര വർത്താണ്, നല്ല ക്വാളിറ്റി ഉണ്ട്, അതുപോലെ തന്നെ കാണാനും ഭംഗിയുണ്ട്, നല്ല വർക്കാണ്. ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ. സോ ഇത്രയാണ് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുർത്തി കളക്ഷൻസ് ആയിട്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഈ ടോപ്സ് ഈ കുർത്തീസ് ഏതെങ്കിലുമൊക്കെ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ആഫ്റ്റർ വാഷ് കഴിഞ്ഞിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇനി തീരുമാനിക്കാം ഏത് വാങ്ങണം ഏത് വാങ്ങേണ്ടതാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാതിരിക്കും. Bye.